ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ച താരമാരാണ്? അതിനുത്തരം മലയാളത്തിന്റെ നിത്യഹരിത നായകനായ പ്രേം നസീർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 700ഓളം സിനിമകളിലാണ് അദ്ദേഹം നായകനായി അഭിനയിച്ചത്. ഈ ഒരു റെക്കോർഡ് ലോകത്ത് സിനിമ ഉള്ളിടത്തോളം കാലം മറ്റാരും തകർക്കാൻ സാധ്യത കാണുന്നില്ല. ഇതുപോലെ മലയാള സിനിമയ്ക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. ചിലതൊക്കെ ചുമ്മാ ഒരു രസത്തിന് നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ച താരം പ്രേം നസീർ ആണെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികന്മാരായി അഭിനയിച്ച് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് പ്രേം നസീറും ഷീലയുമാണ്. ഇതും പലർക്കും അറിയാവുന്ന വസ്തുത തന്നെയാണ്. 130 ചിത്രങ്ങളാണ് ഇവർ ഇരുവരും ജോഡികളായി അഭിനയിച്ചത്. 37 വർഷമാണ് പ്രേം നസീർ സിനിമയിൽ ഉണ്ടായിരുന്നത്. അതിനിടയിൽ 700ഓളം സിനിമകൾ നായകനായി മാത്രം അഭിനയിച്ചു. മറ്റു വേഷങ്ങൾ കൂടി പരിഗണിച്ചാൽ അതിലധികം വരും. 1979 മാത്രം പ്രേം നസീറിന്റെ 39 സിനിമകളാണ് പുറത്തിറങ്ങിയത്. എന്തുമാത്രം തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ചിന്തിക്കുമ്പോൾ തന്നെ ഒരു വീർപ്പുമുട്ടൽ. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്ത നായകൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമാണ്. 39 സിനിമകൾ. ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്കുള്ള ഒരു ഓട്ടപ്രദക്ഷിണം തന്നെ ആയിരുന്നിരിക്കണം അദ്ദേഹത്തിന്റെ ജീവിതം. ജീവിച്ചിരിക്കുന്ന നടന്മാരിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ ആരാണെന്നറിയാമോ? അതും മറ്റൊരു മലയാളി താരം തന്നെയാണ്. മറ്റാരുമല്ല, നമ്മുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ ജഗതി ശ്രീകുമാർ. 1500-ൽ പരം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക രേഖകളിൽ തെലുങ്ക് കോമഡി ഇതിഹാസം ബ്രഹ്മാനന്ദത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച വ്യക്തി എന്ന റെക്കോർഡ് ഉള്ളത്. ജഗതിയുടെ സിനിമകളുടെ കൃത്യമായ രേഖകൾ ഗിന്നസ് ബുക്കിന് സമർപ്പിക്കുന്നതിൽ വന്ന കുറവുകൾ കാരണം അദ്ദേഹത്തിന്റെ പേര് റെക്കോർഡ് ബുക്കിൽ ഔദ്യോഗികമായി വന്നിട്ടില്ല എന്ന് മാത്രം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. 12 വർഷത്തോളമായി അദ്ദേഹം സിനിമയിൽ സജീവമല്ല. അദ്ദേഹം ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനായി സിനിമയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകളുടെ എണ്ണം കണ്ട് ഗിന്നസ് ബുക്ക് പോലും ഒന്ന് വിറച്ചു പോയേനെ. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച സ്ത്രീ എന്ന റെക്കോർഡ് നമ്മുടെ സുകുമാരി അമ്മയുടെ പേരിലാണ്. എണ്ണം കണക്കാക്കിയാൽ 2500-ലധികം സിനിമകളിൽ അവർ വേഷമിട്ടിട്ടുണ്ട്. 1500ഓളം സിനിമകളിൽ അഭിനയിച്ച തമിഴ് നടി മനോരമയുടെ പേരിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എങ്കിലും സിനിമകളുടെ എണ്ണത്തിൽ സുകുമാരി അമ്മയാണ് മുന്നിൽ നിൽക്കുന്നത്. ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കുന്നതിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഗിന്നസ് ബുക്കിൽ സുകുമാരി അമ്മയുടെ പേര് വരാതിരുന്നത്. 10-ാം വയസ്സിൽ തുടങ്ങിയ സുകുമാരി അമ്മയുടെ അഭിനയ ജീവിതം 60 വർഷത്തിലധികം നീണ്ടുനിന്നു. ഒരു മുഴുനീള ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ നടൻ എന്ന റെക്കോർഡ് നമ്മുടെ ഗിന്നസ് പക്രുവിന് തന്നെയാണ്. 2005-ൽ അത്ഭുത ദ്വീപ് എന്ന സിനിമയോടുകൂടി പക്രുവിന് ലഭിച്ച ഈ റെക്കോർഡ് ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നു. ഈ കാര്യം പരാമർശിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കഥാപാത്രത്തിന്റെ മുഖം ഓർമ്മ വരും. അതെ, ഒരേയൊരു ടിറിയൻ ലാനിസ്റ്റർ. ഗെയിം ഓഫ് ത്രോൺ സീരീസിലെ ടിറിയൻ ലാനിസ്റ്റർ. പീറ്റർ ഡിംഗ്ലേജ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹവും മുഖ്യതാരമായി അനേകം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഉയരം പരിഗണിക്കുമ്പോൾ പീറ്റർ ഡിംഗ്ലേജിനേക്കാൾ 2 അടി കുറവാണ് നമ്മുടെ പക്രു ചേട്ടന്. ലോകത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ സിനിമാ സംവിധായകൻ എന്ന ഗിന്നസ് റെക്കോർഡും ഗിന്നസ് പക്രു എന്ന നമ്മുടെ അജയകുമാറിന് തന്നെയാണ്. 2013-ൽ കുട്ടിയും കോലും എന്ന സിനിമ സംവിധാനം ചെയ്തതോടെയാണ് ഇദ്ദേഹത്തിന് ഇത്തരമൊരു ബഹുമതി കൂടി വന്നു ചേർന്നത്. മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായ പുലിമുരുകന് ഒരു ഗിന്നസ് റെക്കോർഡ് കൂടിയുണ്ട്. ഏറ്റവും അധികം പ്രേക്ഷകർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച 3D ചിത്രം എന്ന റെക്കോർഡാണ് പുലിമുരുകനുള്ളത്. അങ്കമാലിയിലെ അഡിലാക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. 12500 പേരുടെ മുന്നിലാണ് അന്ന് പുലിമുരുകൻ അവതരിച്ചത്. ഔദ്യോഗിക രേഖകളിൽ 12500 എന്നാണെങ്കിലും അനൗദ്യോഗികമായി 20,000-ഓളം പേർ അന്ന് പങ്കെടുത്തിരുന്നു എന്നുള്ള വാർത്തകളും കണ്ടിരുന്നു. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത വ്യക്തി എന്ന റെക്കോർഡ് ഒരു മലയാളി സംവിധായകനാണ്, PG വിശ്വംഭരൻ. 15 സിനിമകളാണ് 1982-ൽ ഇദ്ദേഹം സംവിധാനം ചെയ്തത്. സ്വന്തം സിനിമകളിൽ ഏറ്റവും കൂടുതൽ തവണ തിരക്കഥ, സംവിധാനം, അഭിനയം എന്നീ 3 കാര്യങ്ങളും ഒരേ സമയം നിർവഹിച്ചു എന്ന റെക്കോർഡ് ബാലചന്ദ്ര മേനോനാണ്. ഗിന്നസ് റെക്കോർഡ് അല്ലെങ്കിലും മലയാള സിനിമയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടെ ഉണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ്. ഇത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ദൃശ്യം എന്ന ചിത്രം തന്നെ ഇന്ത്യൻ ഭാഷകളിലെ റീമേക്കുകൾക്ക് പുറമെ ചൈനീസ്, ശ്രീലങ്കൻ, ഇന്തോനേഷ്യൻ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ വിദേശ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഇന്ത്യൻ സിനിമ എന്ന റെക്കോർഡും ദൃശ്യത്തിന് സ്വന്തമാണ്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രം 5ഓളം ഇന്ത്യൻ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ദിലീപിന്റെ ബോഡിഗാർഡ് എന്ന ചിത്രവും. ഹിന്ദി സിനിമയുടെ ചരിത്രത്തിലെ പല സൂപ്പർ ഹിറ്റ് സിനിമകളും മലയാളം സിനിമകളുടെ റീമേക്കുകളാണ്. പ്രിയദർശനാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. റാംജി റാവു സ്പീക്കിംഗ് ഹിന്ദിയിൽ ഹേരാ ഫേരിയായും മണിച്ചിത്രത്താഴ് ഭൂൽഭുലയ്യയായി മാറിയപ്പോൾ അത് ബോളിവുഡിലെ വലിയ വിജയങ്ങളായി മാറി. ബോളിവുഡിലെ ക്ലാസിക് കോമഡി ചിത്രങ്ങളിൽ മിക്കതും ഏതെങ്കിലും മലയാളം സിനിമകളുടെ റീമേക്കുകളാണ്.
അക്ഷയ് കുമാർ എന്ന താരത്തിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് പ്രിയദർശനും അദ്ദേഹത്തിന്റെ കോമഡി സിനിമകളുമാണ്. ഒരു ആക്ഷൻ ഹീറോ ആയി കരിയർ ആരംഭിച്ച അക്ഷയ് കുമാറിനെ നന്നായി തമാശ കൈകാര്യം ചെയ്യുന്ന ഒരു ജനപ്രിയ ഹീറോ ആക്കി മാറ്റിയത് പ്രിയദർശനും അദ്ദേഹത്തിന്റെ റീമേക്ക് സിനിമകളും തന്നെ. ഇപ്പോഴും പല ഹിന്ദി മീം പേജുകളിലും കാണുന്നത് പ്രിയദർശൻ സിനിമകളിലെ രംഗങ്ങളാണ് എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള രീതിയിൽ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അധികം ആരും അറിഞ്ഞിരിക്കാത്ത മറ്റൊരു റെക്കോർഡ് കൂടി മലയാളം സിനിമയ്ക്കുണ്ട്. ഒരു മലയാളം നടന്റെ പേരിലാണ് ആ റെക്കോർഡ്. ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടൻ എന്ന റെക്കോർഡ് ജോൺസൺ ജോർജ് എന്ന നടന്റെ പേരിലാണ്. 2018 പുറത്തിറങ്ങിയ ആരാണ് ഞാൻ എന്ന സിനിമയിൽ 45 വ്യത്യസ്ത വേഷങ്ങളാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധി, യേശു ക്രിസ്തു, ലിയനാർഡോ ഡാവിഞ്ചി, സ്വാമി വിവേകാനന്ദൻ തുടങ്ങി ചരിത്ര പ്രസിദ്ധരായ വ്യക്തികളെയും അല്ലാത്തവരെയുമായി 45ഓളം വേഷങ്ങൾ. കഥാപാത്രങ്ങളുടെ വ്യത്യസ്തത കൊണ്ട് നമ്മളെ ഞെട്ടിച്ച സിനിമയാണ് കമലഹാസൻ 10 വേഷത്തിലെത്തിയ ദശാവതാരം. ബോളിവുഡിൽ പ്രിയങ്ക ചോപ്ര 12 വേഷത്തിലെത്തിയ ഒരു സിനിമ കൂടി ഉണ്ടായിരുന്നു. ചിത്രത്തിന്റെ പേര് വാട്ട്സ് യുവർ രാശി. എന്നാൽ പണ്ടേക്ക് പണ്ടേ ശിവാജി ഗണേശൻ 9 വേഷത്തിലെത്തിയ നവരാത്രി എന്ന ചിത്രം റിലീസായിട്ടുണ്ട്. 1964 അത്. എന്നാൽ ഈ ഗണത്തിലെ കൊമ്പൻ 45ഓളം വേഷം കൈകാര്യം ചെയ്ത ജോൺസൺ ജോർജ് തന്നെ. എന്തൊക്കെ ആയിരുന്നാലും മലയാള സിനിമയുടെ കരുത്ത് ഇത്തരം റെക്കോർഡുകളിലൊന്നുമല്ല. നമ്മൾ ഒരു കൗതുകത്തിനൊന്ന് പരതി നോക്കിയെന്ന് മാത്രം. മലയാള സിനിമയുടെ കരുത്ത് അതിന്റെ ആഴമേറിയ തിരക്കഥകളിലും ജീവിതഗന്ധിയായ ആവിഷ്കാരങ്ങളിലുമാണ്. വലിയ ബജറ്റോ അതിഭാവുകത്വമോ ഇല്ലാതെ തന്നെ സാധാരണക്കാരന്റെ കഥകൾ സത്യസന്ധമായി പറയാൻ നമുക്ക് കഴിയുന്നു. ലോക നിലവാരമുള്ള സാങ്കേതിക തികവും പരീക്ഷണങ്ങൾ ഏറ്റെടുക്കാൻ മടിയില്ലാത്ത അഭിനേതാക്കളും പ്രബുദ്ധരായ പ്രേക്ഷകരും ചേരുന്നതാണ് മലയാള സിനിമയുടെ അടിത്തറ. ചുരുക്കത്തിൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപരിസരങ്ങളും മൗലികതയുമാണ് മലയാള സിനിമയെ ഇതര ഭാഷകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന യഥാർത്ഥ കരുത്ത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.